ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു സ്ക്രീനർ ഉപയോഗിച്ച് എങ്ങനെ ചാർട്ടിംഗ് സ്ക്രീനർ ഉപയോഗിച്ച് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കാം ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. നമ്മളിന്ന് സ്ക്രീൻ ചെയ്തെടുക്കാൻ പോകുന്നത് എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് എൻഗൾഫിംഗ് പാറ്റേൺ എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഇതിന് മുമ്പ് ഞാൻ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്ന് വരച്ച് കാണിക്കാം ജസ്റ്റ് പെയിൻറ്റിൽ. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലും അതിനെ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യുന്ന ഫുള്ളായിട്ട് മൂടുന്ന ഒരു ബിയറിഷ് ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ റെഡ് ആയിരിക്കും, ആദ്യത്തെ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും. അത് കൂടാതെ രണ്ടാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യും. അത് മെയിനായിട്ട് അതിൻ്റെ ബോഡിനെയാണ് എൻഗൾഫ് ചെയ്യുന്നത്. മൊത്തമായിട്ട് എൻഗൾഫ് ചെയ്താൽ ഏറ്റവും നല്ലത്, അതിന് കുറച്ചുകൂടി ആക്യുറസി കൂടുതലായിരിക്കും. ഇതൊരു ബിയറിഷ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്നറിയാം. ഓക്കെ, ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിലായിരിക്കും, രണ്ടാമത്തെ റെഡ് ക്യാൻഡിലായിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, ബോഡി ആദ്യത്തെ ക്യാൻഡിലിനെ പൂർണ്ണമായിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യണം. ബോഡി എൻഗൾഫ് ചെയ്താൽ മതി ബൈലോ, പക്ഷേ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. ആ വിക്ക് അല്ലെങ്കിൽ ഷാഡോ അടക്കം എൻഗൾഫ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത് നമുക്ക് ബുള്ളിഷ് എൻഗൾഫിങ് വരക്കാം. ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ ആദ്യത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരിക്കും, അതായത് ബിയറിഷ് ക്യാൻഡിൽ. അതിൻ്റെ ബോഡി റെഡ് കളറായിരിക്കും. അതായത് അതിൻ്റെ ക്ലോസ് ഓപ്പണിനേക്കാളും റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ബേസിക്കായിട്ടുള്ള കാര്യമാണ്. ഒരു ക്യാൻഡിൽ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നത് താഴെയാണെങ്കിൽ അത് റെഡ് ക്യാൻഡിലായിരിക്കും. ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വേറൊന്നും കൂടി ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെന്നുള്ള. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. അറിയാത്തവരാണെങ്കിൽ, മിക്കവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇത് ടെക്നിക്കലിൽ. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിരിക്കും, അതായത് ഇതിൻ്റെ ഓപ്പൺ മുകളിലായിരിക്കും ക്ലോസ്. അതുകൂടാതെ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ബോഡിയെ പൂർണ്ണമായിട്ടും എൻഗൾഫ് ചെയ്യും രണ്ടാമത്തെ ക്യാൻഡിൽ. മെയിനായിട്ട് ബോഡി എൻഗൾഫ് ചെയ്താൽ മതി, പക്ഷേ അതിൻ്റെ വിക്ക് അല്ലെങ്കിൽ ഷാഡോ അടക്കം എൻഗൾഫ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. അതായിരിക്കും ബുള്ളിഷ് എൻഗൾഫിംഗ് ഫോർമേഷൻ. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബുള്ളിഷ് എൻഗൾഫിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വരുന്ന സൈക്കോളജിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കൂടുതൽ സ്ട്രോങ് ആവാൻ എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിൽ ഫോം ചെയ്യണം, അതുകൂടാതെ ഏത് സമയത്ത് അത് ഫോം ചെയ്താലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അതായത് വെറും ഇങ്ങനെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ബിയറിഷ് എൻഗൾഫിംഗ് ഫോം ചെയ്യുന്നത് ഒരു ബുൾ ട്രെൻഡിൻ്റെ എൻഡിലായിരിക്കണം. അതായത് പ്രീവിയസ് ആയിട്ട് ഒരു അപ്പ് ട്രെൻഡ് ഉണ്ടായിരിക്കണം ബിയറിഷ് എൻഗൾഫിംഗ് ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ചെറുതെങ്കിലും. ഇനി ബുള്ളിഷ് എൻഗൾഫിംഗ് ആണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷമായിരിക്കും ബുള്ളിഷ് എൻഗൾഫിംഗ് ഫോം ചെയ്യുന്നത്. അല്ലാതെ അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എങ്ങനെ ഒന്ന് സ്ക്രീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ചാർട്ടിംഗ് എന്നുള്ളത് പ്ലാറ്റ്ഫോമാണ്. ചാർട്ടിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സൈറ്റായിരിക്കും, www.charting.com. അതിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. ഞാനതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ്. ഇങ്ങനെ സ്ക്രീനേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചാർട്ട് വരക്കാൻ പറ്റുന്ന ഒരു സൈറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ഇതാണ്. അതായത് ട്രേഡിംഗ് വ്യൂലാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. കാരണം അതിൽ ചാർട്ട് വരക്കാൻ കുറച്ചുകൂടി ടൂൾസ് കൂടുതലുണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ചാർട്ട് വരക്കാൻ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് വ്യൂ തന്നെയായിരിക്കും. കാരണം ഭയങ്കര സിമ്പിളാണ് ഇതിലെ ടൂൾസും കാര്യങ്ങളെല്ലാം. ഇതിൽ കൂടാതെ ഇങ്ങനെ കുറേ സ്ക്രീനേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഫ്രീ ആയിട്ട്. ഇതിന് ചാർട്ടിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിലേ ഉണ്ടാവും ഫ്രീ വെർഷനിൽ, ഒരു 5 മിനിറ്റ്സ് ടു 8 മിനിറ്റ്സ്. പക്ഷേ ഫുൾ വെർഷനും ചെറിയ എമൗണ്ടേ ഉള്ളൂ, 700-800 സംതിങ്ങേ ഉള്ളൂ. നമ്മളൊരു ട്രേഡ് എടുത്താൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും ഒറ്റ ട്രേഡിൽ. ഇതൊരു മാസത്തേക്ക് കിട്ടും ആ ഒരു എമൗണ്ടിന് ഡാറ്റ. ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ പൊസിഷണലാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം 8 മിനിറ്റ് 5 മിനിറ്റ് ഡിലേ ആയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഡെയിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്, 1 ഡേ ഡാറ്റ മതി നമുക്ക്. അപ്പോൾ പിന്നെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പക്ഷേ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിൽ ഇൻട്രാഡേ ആ പെയ്ഡ് ഡാറ്റ എടുത്താൽ മാത്രമേ 1 മിനിറ്റ്
3 മിനിറ്റ് ചാർട്ടെല്ലാം കിട്ടും. അല്ലാത്തവർക്ക് 5 മിനിറ്റ് മുതൽ മുകളിലുള്ളതായിരിക്കും. എങ്കിലും നമുക്ക് 5 മിനിറ്റും മതി മാക്സിമം പോയാൽ. പക്ഷേ ലൈവ് ഡാറ്റ കിട്ടണമെങ്കിൽ പെയ്ഡ് വെർഷൻ എടുക്കണം. അതിനും ഏറ്റവും ചെറിയ എമൗണ്ടേ ഉള്ളൂ. 700 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുന്ന ആൾക്ക് തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന എമൗണ്ടേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈ സ്ക്രീനറിലേക്ക് തന്നെ പോകാം. നമുക്ക് സ്ക്രീനർ സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ഒരു ബിയർഷ് എൻഗൾഫിംഗ് തന്നെ എടുക്കുക. ആദ്യത്തെ കണ്ടീഷന് ആദ്യത്തെ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം. ആ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. അതായത് അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ഓപ്പണിനേക്കാളും മുകളിലായിരിക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് അല്ല നമുക്ക് വേണ്ടത്, ഇന്നലത്തെയാണ് നമുക്ക് വേണ്ടത് ഡാറ്റ. ഇന്നലത്തെ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം, ഇന്നത്തെ ക്യാൻഡിൽ റെഡ് ആയിരിക്കണം. അതുകൂടാതെ പിന്നെ ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിനേക്കാളും വലുതായിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ. ആ കണ്ടീഷൻ നമുക്ക് കൊടുക്കണം. ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിൽ എന്നുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ താഴ്ന്ന ഓപ്പണായിട്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്, ഓപ്പണിൻ്റെക്കാളും മുകളിലാണ് ക്ലോസ് ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിൽ. അതുകൂടാതെ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ബിയർഷ് എൻഗൾഫിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളത്. രണ്ടാമത്തെ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് മുകളിലാണ്, താഴോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണ് ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിനേക്കാളും മുകളിലാണ്. രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസ് ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിൻ്റെ താഴെയാണ്. ഇത്രയും കണ്ടീഷനാണ് നമ്മൾ ഇതാക്കേണ്ടത്. അതുകൂടാതെ ഹൈയും ലോവും, രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോവും ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോവിനേക്കാളും കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമുക്ക് സെറ്റ് ചെയ്യാം കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടീഷൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. 1 day ago ക്ലോസ് ഗ്രേറ്റർ ദാൻ 1 day ago ഓപ്പൺ, ലേറ്റസ്റ്റ് ഓപ്പൺ ഗ്രേറ്റർ ദാൻ 1 day ago ക്ലോസ്, ലേറ്റസ്റ്റ് ക്ലോസ് ലെസ് ദാൻ 1 day ago ഓപ്പൺ. അതായത് ഞാനിപ്പോൾ ആ ചിത്രം കാണിച്ച് പറഞ്ഞ കണ്ടീഷൻസ്. അതുകൂടാതെ ലേറ്റസ്റ്റ് ഹൈയും ലോവും കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഹൈ ഗ്രേറ്റർ ദാൻ 1 day ago ഹൈ, അതായത് ഇന്നത്തെ ഹൈ ഇന്നലത്തെ ഹൈനേക്കാളും കൂടുതലായിരിക്കണം. അതുകൂടാതെ ലേറ്റസ്റ്റ് ലോ ഇന്നലത്തെ ലോനേക്കാളും താഴെ ആയിരിക്കണം, ലെസ് ദാൻ 1 day ago ലോ. ഇത്രയും കണ്ടീഷനാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് പിക്ചറും കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം എന്നുള്ള കണ്ടീഷന്. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസ് ഓപ്പണിനേക്കാളും മുകളിലായിരിക്കണം, വലുതായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ബോഡി എൻഗൾഫ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഇന്നത്തെ ഓപ്പണ് ഇന്നലത്തെ ക്ലോസിൻ്റെ മുകളിലായിരിക്കണം, ഇന്നത്തെ ക്ലോസ് ഇന്നലത്തെ ഓപ്പണിനേക്കാളും താഴെ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യുന്നുള്ള കണ്ടീഷനാണ്. ഇനി ലാസ്റ്റത്തെ 4ഉം 5ഉം കണ്ടീഷന് ആ ക്യാൻഡിൽ മൊത്തമായിട്ട്, അതായത് വിക്കടക്കം കൂടി ആ രണ്ടാമത്തെ ക്യാൻഡിൽ മൊത്തമായിട്ട് ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ എൻഗൾഫ് ചെയ്യുന്നുള്ള കണ്ടീഷൻ. അത് നിർബന്ധമില്ല ശരിക്ക്, പക്ഷേ എങ്കിലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാനും കൂടുതൽ പവർഫുള്ളായിരിക്കും അങ്ങനെയുള്ള ക്യാൻഡിൽ. രണ്ടാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്താൽ വിക്ക് അടക്കം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. നമുക്കിതിന് താഴെ സെർച്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്കിനി ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ സ്ക്രീൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ, അതായത് ഇന്നലത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. അതിനുവേണ്ടി ലേറ്റസ്റ്റ് അല്ലെങ്കിൽ 1 day ago ക്ലോസ് ലെസ് ദാൻ 1 day ago ഓപ്പൺ അങ്ങനെ ആയിരിക്കണം. ഇന്നലത്തെ ക്ലോസ് ഇന്നലത്തെ ഓപ്പണിൻ്റെ താഴെ ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള കണ്ടീഷനും അതും മറ്റത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും. അതായത് ഇന്നത്തെ ഓപ്പണ് ഇന്നലത്തെ ക്ലോസിൻ്റെ താഴെ ആയിരിക്കണം, ലേറ്റസ്റ്റ് ഓപ്പൺ ലെസ് ദാൻ പ്രീവിയസ് ഡേ ക്ലോസ്. പിന്നെ അടുത്ത കണ്ടീഷന് ഇന്നത്തെ ക്ലോസ് ഗ്രേറ്റർ ദാൻ പ്രീവിയസ് ഡേ ഓപ്പൺ. അതായത് ഈ രണ്ട് കണ്ടീഷനും നമുക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ ബോഡി ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യുന്നതെന്നുള്ള കണ്ടീഷനാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ കണ്ടീഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നലത്തെ കൊടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, മുകളിലത്തെ ഫസ്റ്റത്തെ കണ്ടീഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് അപ്ഡേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കാം. അതായത് ബോഡി എൻഗൾഫിങ്ങിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ ഇന്നത്തെ ക്ലോസ് ഗ്രേറ്റർ ആയിരിക്കണം ഇന്നലത്തെ ഓപ്പണിനേക്കാളും. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ, അതും ആ ബോഡി ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യുന്നതെന്നുള്ള കണ്ടീഷനാണ്.
ഇത് മൊബൈലായതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഭാഗം റെക്കോർഡ് ചെയ്തത് കമ്പ്യൂട്ടറിലാണ്, അതുകൊണ്ട് കുറച്ച് ആ ഡിലേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് മൊബൈലാകുമ്പോൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത 2 കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാനുള്ളത് ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ ഫുള്ളായിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുന്നുള്ള രീതിയിലാണ്. അത് ഹൈയും ലോ വെച്ചിട്ടുള്ള കണ്ടീഷനാണ്. ഇന്നത്തെ ഹൈ ഇന്നലത്തെ ഹൈനേക്കാളും കൂടുതലായിരിക്കണം. ഇനി ഇന്നത്തെ ലോ ഇന്നലത്തെ ലോനേക്കാളും താഴെയായിരിക്കണം. ഈ 2 കണ്ടീഷനാണ് അടുത്തായിട്ട് കൊടുക്കാനുള്ളത്. ഇത്രത്തോളം കൊടുത്തു കഴിഞ്ഞാൽ ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ പൂർണ്ണമായി നല്ല രീതിയിൽ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് FNO കൊടുക്കാം, നിഫ്റ്റി 50, നിഫ്റ്റി 100, നിഫ്റ്റി 500 അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് വഴി സംശയങ്ങൾ ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, ഒരു സ്ക്രീനർ നിർമ്മിക്കുന്നതിൻ്റെ. കൂടുതൽ ക്യാൻഡിൽസ്റ്റിക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം സ്ക്രീനേഴ്സ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ സ്ക്രീനേഴ്സും നമുക്ക് വരുന്ന എപ്പിസോഡുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ്